Dear students, welcome to a new lecture. മൊഡ്യൂൾ ഫോറിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റിൽ പഠിക്കുന്ന സെക്ഷനാണ് സ്റ്റോക്സ് തിയറം. സോ നമ്മൾ പ്രീവിയസ്ലി രണ്ട് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകൾ കൂടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഗ്രീൻസ് തിയറവും ഡൈവേർജൻസ് തിയറം. ഗ്രീൻസ് തിയറം നമ്മൾ വർക്ക് ഡണ്ണിനെ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽസുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ, സ്റ്റോക്സ് തിയറം ഡൈവേർജൻസ് തിയറം ഫ്ലക്സിനെ നമ്മൾ വോളിയം ഇൻ്റഗ്രൽസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽസുമായിട്ട് കണക്ട് ചെയ്തു. This is actually, Stokes theorem is actually kind of an extension of Green's theorem. Green's theorത്തിന്റെ അകത്ത് പറയുന്ന പോലെ തന്നെ വർക്ക് ഡൺ ആണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ വർക്ക് ഡണ്ണിനെ സർഫസ് ഇൻ്റഗ്രൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷനാണ് സ്റ്റോക്സ് തിയറം. അപ്പം ഗ്രീൻസ് തിയറത്തിൽ പറയുന്ന ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ലെറ്റ് എസ് ബി എ സ്മൂത്ത് ഓറിയന്റഡ് സ്മൂത്ത് സർഫസ് ബൗണ്ടഡ് ബൈ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി with positive orientation. Let F be a vector field which is continuous, which has continuous partial derivatives on an open region containing S. Then the surface integral del cross F and ds is equal to integral over C F dot dr, where n is the unit normal vector which is usually considered the outward normal and which is consistent with the orientation of C. നമ്മളിവിടെ പറയുന്നത് പ്രധാനമായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു സർഫസ് പരിഗണിക്കുക, ഒരു സ്മൂത്ത് സർഫസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ സർഫസിന്റെ ബൗണ്ടറി ആണ് നമ്മുടെ കർവ് സി എന്ന് വിചാരിക്കുന്നത്. ആ സർഫസിന്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഒരു വെക്റ്റർ ഫീൽഡാണ് എഫ്. ആ വെക്റ്റർ ഫീൽഡിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ സർഫസ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. അതായത് കേൾ എഫ് ആണ് ഡെൽ ക്രോസ് എഫ്, ഡബിൾ ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് വെച്ചാൽ ഔട്ട്വേർഡ് നോർമൽ വെക്ടർ ആണ് യൂഷ്വലി നമ്മൾ പരിഗണിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ വർക്ക് ഡണ്ണിനെയും സർഫസ് ഇന്റഗ്രൽസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് സ്റ്റോക്സ് തിയറം, വിച്ച് ഇസ് ആക്ച്വലി കൈൻഡ് ഓഫ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറത്തിനകത്ത് നമുക്കൊരു 2D വെക്റ്റർ ഫീൽഡുകളാണ് നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ പറയുന്നില്ല. ഇവിടെ 3D വെക്റ്റർ ഫീൽഡുകളെ നമുക്ക് പരിഗണിക്കാം. സോ ഇവിടെയും നമുക്ക് ജനറലി നമ്മൾ എഫ് ഇ സിക്കറ്റ് എഫ് ഐ പ്ലസ് ജി ഐ ജി ജെ പ്ലസ് എച്ച് കെ എന്നുള്ളതാണ് നമ്മുടെ വെക്റ്റർ ഫീൽഡ് എങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസിക്കറ്റ് സർഫസ് ഇന്റഗ്രൽ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് അല്ലെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി എസ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം വേരിഫൈ സ്റ്റോക്സ് തിയറം. അപ്പോൾ വേരിഫൈ സ്റ്റോക്സ് തിയറം എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വർക്ക് ഡണ്ണും ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സർഫസ് ഇന്റഗ്രൽസും ഇൻഡിപെൻഡന്റ്ലി കണ്ടെത്തണം, എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം വർക്ക് ഡൺ കണ്ടുപിടിക്കുക യൂസിങ് സ്റ്റോക്സ് തിയറം. അപ്പം ആ കേസിൽ നമുക്ക് നമ്മൾ സർഫസ് ഇന്റഗ്രൽ വെച്ച് റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് വർക്ക് ഡൺ ആയതുകൊണ്ട് നമുക്ക് അത് വെച്ച് നമുക്കിത് റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ടു കൈൻഡ്സ് ഓഫ് പ്രോബ്ലം വിച്ച് വിൽ ബി ഡിസ്കസിങ് ഇൻ ദിസ് സെഷൻ. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും പ്രോബ്ലത്തിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത് കേൾ എഫിന്റെ ഫോർമുലയാണ്. കേൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് വിച്ച് ഈസ് ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഡോ ബൈ ഡോ എക്സിനെയാണ് ഡോ എക്സ് എന്ന് കൊടുത്തേക്കുന്നത്, ഡോ ബൈ ഡോ വൈ ആണ് ഡോ വൈ എന്ന് കൊടുത്തേക്കുന്നത്, ഡോ ബൈ ഡോ ഇസഡിനെയാണ് ഡോ ഇസഡ് എന്ന് കൊടുത്തേക്കുന്നത്. എഫ് ജി എച്ച് എന്നുള്ളത് എഫിന്റെ കമ്പോണൻസ് ആണ്, ഐത്ത് കമ്പോണന്റ്, ജെത്ത് കമ്പോണന്റ് ആൻഡ് കെത്ത് കമ്പോണന്റ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. So, ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ ദ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ ഐ പ്ലസ് എക്സ് ജെ വേർ സി ഇസ് ദ യൂണിറ്റ് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിവിടെ എഫ് എന്ന് പറയുന്ന ഈ വെക്റ്റർ ഫീൽഡിൽ സ്റ്റോക്സ് തിയറം നമുക്ക് വെരിഫൈ ചെയ്യണം. ഇവിടുത്തെ കർവ് എന്ന് പറയുന്ന സർക്കിൾ ആണ്. ആ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസൈഡ് ഡിസ്ക് ആണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ സർക്കിൾ യൂണിറ്റ് സർക്കിൾ ആണ്. സോ റേഡിയസ് 1 ആണ്. സോ 1 കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ളതാണ് ഇതിന്റെ പാരാമീറ്ററൈസേഷൻ. അപ്പം നമുക്കിവിടെ രണ്ട് ഭാഗവും കണ്ടുപിടിക്കണം. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കണം ഓവർ ദ സർക്കിളും സർഫസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി എസും കണ്ടുപിടിക്കണം. ഇവിടെ എഫിന്റെ കമ്പോണൻസ് ഉണ്ട്. ആദ്യം ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കാം. എഫിന്റെ കമ്പോണൻസ് എന്ന് വെച്ചാൽ ഐത്ത് കമ്പോണന്റ് മൈനസ് വൈ ആണ്, ജെത്ത് കമ്പോണന്റ് എക്സ് ആണ്, കെത്ത് കമ്പോണന്റ് 0 ആണ്. So del cos f is equal to determinant I j k dou by dou x dou by dou y dou by dou z minus y minus x 0. So determinant expand ചെയ്യുമ്പോൾ I into determinant of dou by dou y dou by dou z x 0 which is this minus j into determinant dou by dou x dou by dou z minus y 0 which is this k into plus k into determinant dou by dou x ഡോ ബൈ ഡോ വൈ മൈനസ് വൈ എക്സ്. സോ ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ. സോ ഇവിടെ ഡോ
സീറോ ബൈ ഡോ വൈ എന്ന് കിട്ടും വിച്ച് ഈസ് സീറോ മൈനസ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് വിച്ച് ഈസ് ഓൾസോ സീറോ. സോ ഐത്തിന്റെ കമ്പോണന്റ് സീറോ കിട്ടും. നെക്സ്റ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സീറോ ഇസ് സീറോ. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് മൈനസ് വൈ ഇസ് ഓൾസോ സീറോ. കാരണം വൈ എ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ. സോ ഐയുടെയും ജെയുടെയും കമ്പോണന്റ് സീറോ ആണ്. നെക്സ്റ്റ് ഈസ് കെയുടെ കമ്പോണന്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്, അതായത് എക്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 1 കിട്ടും. നെക്സ്റ്റ് ഈസ് മൈനസ് ഡോ വൈ ബൈ വൈ എന്ന് കിട്ടും. സോ മൈനസ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈയിൽ എടുക്കുമ്പോൾ -1 കിട്ടും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ 1 മൈനസ് -1 എന്ന് കിട്ടും വിച്ച് ഈസ് 2. സോ ഇവിടുത്തെ കമ്പോണൻസ് 0 0 2 എന്നുള്ളതാണ്. അതാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. സോ ദിസ് ഈസ് അപ്പോൾ ഡെൽ ക്രോസ് എഫിനെ നമ്മൾ കമ്പോണൻസ് വൈസ് എഴുതി കഴിഞ്ഞാൽ 0i പ്ലസ് 0j പ്ലസ് 2k എന്നുള്ളതാണ്. അതിനെ നമ്മൾ വെക്ടറായിട്ട് തൽക്കാലത്തേക്ക് കൊടുക്കുന്നു, ഓർഡേഡ് പേഴ്സ് ആയിട്ട്. ഐയുടെ കമ്പോണന്റ് ഫസ്റ്റ് കമ്പോണന്റ്, ജെയുടെ കമ്പോണന്റ് സെക്കൻഡ്, കെയുടെ കമ്പോണന്റ് മൂന്നാമത്തെ. സോ 0 0 2 എന്നുള്ളതാണ് ഡെൽ ക്രോസ് എഫിന്റെ ആൻസർ. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് നമുക്ക് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ. അപ്പൊ യൂണിറ്റ് നോർമൽ വെക്ടർ ഇവിടെ നമുക്ക് കണ്ടെത്തണം. നമ്മുടെ സർഫസിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് യൂണിറ്റ് നോർമൽ വെക്ടർ. നമ്മുടെ ഇവിടുത്തെ സർഫസ് എന്ന് പറയുന്നത് XY പ്ലെയിനിലുള്ള ഒരു സർക്കിളാണ്. അപ്പൊ സർക്കിളുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുന്ന XY പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടർ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആണ്. കാരണം XY പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഇസഡ് ആക്സിസ് ആണ്. ഇസഡ് ആക്സിസിന് പാരലായിട്ടുള്ള യൂണിറ്റ് വെക്ടർ കെ ആണ്. സോ ഇവിടുത്തെ യൂണിറ്റ് നോർമൽ വെക്ടർ ട്രിവിയലി കെ ആണ്. സോ കെയുടെ നമുക്ക് വെക്ടർ ആയിട്ട് എഴുതിയ 0 0 1 ആണ് കെയുടെ കമ്പോണൻസ്, അല്ലെങ്കിൽ 0i പ്ലസ് 0j പ്ലസ് 1k. സോ ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് 0 0 2 ഡോട്ട് 0 0 1. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ നമുക്ക് ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ് എന്ന് കിട്ടി. ഡെൽ ക്രോസ് എഫിന്റെ വാല്യൂ ഡോട്ട് എന്റെ വാല്യൂ 2 എന്ന് കിട്ടി. സോ സർഫസ് ഇന്റഗ്രൽ ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് 2 ഡി എസ് എന്ന് കിട്ടും. 2 നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ദ ഏരിയ ഓഫ് ദ സർഫസ്. ഓക്കെ, ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്ന് പറയുന്നത് എപ്പോഴും ഏരിയ ആണ്. ഇവിടുത്തെ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയസ് 1 ആണ്. സർക്കിളിന്റെ ഏരിയ എന്ന് വെച്ചാൽ പൈ ആർ സ്ക്വയർ ആണ്. അത് ഇവിടെ 1 ആയതുകൊണ്ട് പൈ ഇൻറ്റു 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു പൈ. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്ന് പറയുന്നത് പൈ എന്ന് കിട്ടും. സോ 2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്ന് പറയുന്നത് 2 പൈ എന്ന് കിട്ടും. സോ നമുക്ക് സ്റ്റോക്സ് തിയറത്തിന്റെ ഒരു ഭാഗം കിട്ടി വിച്ച് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി എസ് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എഫ് ഡോട്ട് ഡി ആർ കണ്ടെത്തണം. എഫ് ഡോട്ട് ഡി ആർ കണ്ടെത്തുമ്പോൾ നമ്മളിവിടെ നമ്മുടെ കർവ് എന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കിൾ യൂണിറ്റ് സർക്കിൾ ആണ്. സോ അതിന്റെ പാരാമീറ്ററൈസേഷൻ എക്സ് ഈസ് ഈക്വൽ ടു കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു സൈൻ ടി എന്നുള്ളതാണ്. ടിയുടെ വാല്യൂ 0 തൊട്ട് 2 പൈ വരെയാണ്. സോ വിച്ച് മീൻസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു കോസ് ടി ഡെറിവേറ്റീവ് ഈസ് മൈനസ് സൈൻ ടി ഡി ടി, ഡി വൈ ഈസ് ഈക്വൽ ടു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഡി ടി. സോ ഡി ആർ എന്ന് പറയുന്നത് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ആണ്. സോ വിച്ച് ഈസ് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ ഡി ടി എന്ന് കിട്ടും. ഇനി നമുക്ക് എഫ് എന്ന് പറയുന്നത് മൈനസ് വൈ ഐ പ്ലസ് എക്സ് ജെ ആണ്. വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ എന്ന് കിട്ടും. സോ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ, ഡി ആർ എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ ഡി ടി എന്ന് കിട്ടും. സോ ഐയുടെ കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി വിച്ച് ഈസ് സൈൻ സ്ക്വയർ ടി, കോസ് ടി ഇൻറ്റു കോസ് ടി വിച്ച് ഈസ് കോസ് സ്ക്വയർ ടി എന്ന് കിട്ടും. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്താണ്? 1 ആണ്. സോ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. എഫ് ഡോട്ട് ഡി ആർ ഡി ടി ഇസ് ഈക്വൽ ടു 1 ഡി ടി എന്ന് കിട്ടും. സോ ഇനി നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. ഇവിടെ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്തു. ടിയുടെ വാല്യൂസ് എന്ന് പറയുന്നത് 0 തൊട്ട് 2 പൈ വരെയാണ്, കാരണം സർക്കിൾ ആയതുകൊണ്ട്. എഫ് ഡോട്ട് ഡി ആർ കണ്ടെത്തി വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ദ ആൻസർ ഈസ് ഇന്റഗ്രൽ 0 ടു 2 പൈ 1 ഡി ടി എന്ന് കിട്ടും. 1 ഇന്റഗ്രൽ ടി ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 പൈ മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ എന്ന് കിട്ടും. സോ നമ്മൾ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിച്ചപ്പോൾ എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിച്ചപ്പോൾ 2 പൈ എന്ന് കിട്ടി. നമുക്ക് സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിച്ചപ്പോഴും 2 പൈ എന്ന് കിട്ടി. രണ്ടും അപ്പോൾ സെയിം ആണ്. Therefore we have verified Stokes theorem. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. വർക്ക് ഡണ്ണും കണ്ടുപിടിക്കണം, അല്ലെ ലൈൻ ഇന്റഗ്രൽസും കണ്ടുപിടിക്കണം, സർഫസ് ഇന്റഗ്രൽസും കണ്ടുപിടിക്കണം. അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഐഡിയ. നെക്സ്റ്റ് ഈസ് യൂസിങ് സ്റ്റോക്സ് തിയറം evaluate line integral over c x square I plus y square j plus z square k dr
where C is the boundary of the square 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 1, z is equal to 0. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ് കണ്ടെത്തേണ്ടത്. എഫ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ഐ പ്ലസ് വൈ സ്ക്വയർ ജെ പ്ലസ് ഇസഡ് സ്ക്വയർ കെ എന്നുള്ളതാണ്. ഇവിടുത്തെ സി എന്ന് പറഞ്ഞൊരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ എക്സ് കോർഡിനേറ്റ് 0 തൊട്ട് 1 വരെ, വൈ കോർഡിനേറ്റ് 0 തൊട്ട് 1 വരെ. അപ്പോൾ ഒരു യൂണിറ്റ് സ്ക്വയർ ആണ്. 1 ലെങ്ത്തും 1 വിഡ്ത്തുമുള്ള ഒരു സ്ക്വയറിന്റെ ടേംസിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്കിവിടെ എഫ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് ഡെൽ ക്രോസ് എഫ് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഐയുടെ കമ്പോണന്റ് എക്സ് സ്ക്വയർ, ജെയുടെ കമ്പോണന്റ് വൈ സ്ക്വയർ, കെയുടെ കമ്പോണന്റ് ഇസഡ് സ്ക്വയർ. സോ ഡെൽ ക്രോസ് എഫ് ഈസ് ഡിറ്റർമിൻഡ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ഫസ്റ്റ് കമ്പോണന്റ് എക്സ് സ്ക്വയർ, സെക്കൻഡ് കമ്പോണന്റ് വൈ സ്ക്വയർ, തേർഡ് കമ്പോണന്റ് ഇസഡ് സ്ക്വയർ. So I into dou by dou y of z square. With respect to y, z square the partial derivative 0 കിട്ടും. മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ സ്ക്വയർ. വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതും 0 കിട്ടും. സോ ഐയുടെ കമ്പോണന്റ് 0 ആണ്. മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് സ്ക്വയർ. ഇസഡ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടും. മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും 0 കിട്ടും. സോ സെക്കൻഡ് കമ്പോണന്റും 0 ആണ്. പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ എന്ന് കിട്ടും. സോ വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടും. കാരണം വൈ കോൺസ്റ്റന്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. എക്സിൽ വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എക്സ് സ്ക്വയറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും 0 കിട്ടും. സോ ഇതും 0 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഡെൽ ക്രോസ് എഫ് 0 എന്ന് കിട്ടും. എല്ലാ കമ്പോണൻസും 0 ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് വൈ പ്ലെയിനിലുള്ളൊരു റെക്റ്റാങ്കിൾ ആണ് നമ്മുടേത് സി എന്ന് പറയുന്നത്. ഇനി അതുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ് നമ്മുടെ നോർമൽ. ഓക്കെ, അങ്ങനെയുള്ള യൂണിറ്റ് വെക്ടറാണ് നമ്മുടെ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് വൈ പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസുമായിട്ട് പാരലായിട്ടുള്ള വെക്ടർ. ഇസഡ് ആക്സിസുമായിട്ട് പാരലായിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് 001 അല്ലെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന വെക്ടറാണ്. അല്ലെങ്കിൽ ഇസഡ് ആക്സിസിന് പാരലായിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് കെ. ഓക്കെ, സോ ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് കെ ആണ്. സോ ഡെൽ ക്രോസ് എഫ് 0 ആയതുകൊണ്ട് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് 0 ഡോട്ട് എൻ എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി 0 ഡി എസ് എന്ന് കിട്ടും. ഡബിൾ ലൈൻ ഇന്റഗ്രൽ ഓവർ എസ് 0 ഡി എസ് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിച്ചു. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഈ വെക്ടർ ഫീൽഡ് ഡിറ്റർമിൻ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഇത് സ്റ്റോക്സ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സിമിലർലി ഒരു പ്രോബ്ലം കൂടെ നോക്കാം. യൂസിങ് സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ് ലൈൻ ഇന്റഗ്രൽ ഓവർ സി വൈ ഐ പ്ലസ് ഇസഡ് ജെ പ്ലസ് എക്സ് കെ ഡി ആർ വെയർ സി ഇസ് ദ സി ബൗണ്ടഡ് ബൈ ദ ട്രയാങ്കിൾ ഇൻ ദ പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു വൈ ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ്. അപ്പോൾ നമുക്കിതൊരു 3D പ്ലെയിൻ ആണ് തന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഒക്ടന്റിൽ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ആണ് നമ്മുടെ റീജിയൻ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് വൈ ഐ പ്ലസ് ഇസഡ് ജെ പ്ലസ് എക്സ് കെ ആണ്. സോ ഇവിടെ എഫ് സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് വൈ, സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്നത് ഇസഡ്, സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ നമുക്ക് ഡെൽ ക്രോസ് എഫ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ഇവിടുത്തെ ഫസ്റ്റ് കമ്പോണന്റ് y, second component z, third component is x, so y z x. So നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ i into dou by dou y of x which is equal to 0 minus dou by dou z of z which is equal to 1. So minus 1 i എന്ന് കിട്ടും. അതിന്റെ കമ്പോണന്റ് മൈനസ് 1 ആണ്. Next is minus j into dou by dou x of x which is equal to 1 and dou by dou z of y which is equal to 0. So മൈനസ് 1 അവിടെയും കിട്ടും. 1 പിന്നെ മൈനസ് ജെയുടെ കൂട്ടുമ്പോൾ മൈനസ് ജെ എന്നാണ് കിട്ടുക. അതിന്റെ കമ്പോണന്റ് മൈനസ് 1 ആണ്. ഇനി കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഈസ് 1, സോറി ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് ഈസ് ഈക്വൽ സോറി ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ മൈനസ് 1 എന്ന് കിട്ടും. അവിടെ കെയുടെ കമ്പോണന്റ് മൈനസ് 1 ആണ്. സോ ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ മൈനസ് ജെ മൈനസ് കെ ആണ്. അതിന്റെ കമ്പോണൻസ് മൈനസ് 1 മൈനസ് 1 മൈനസ് 1 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇവിടുത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 ആണ്. അവിടെ ഇസഡ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രൊജക്ഷൻ കിട്ടും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. ഓക്കെ,
അപ്പം നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള റെക്ടാങ്കിൾ എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 1 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു 1 0 കൂടെയും 0 1 കൂടെയും പാസ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ആണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ നമ്മൾ ഓൾറെഡി ചെയ്താണ് വൈ ആക്സിസിന്റെ വാല്യൂ 0 തൊട്ട് 1 - x വരെ, എക്സിന്റെ വാല്യൂ 0 തൊട്ട് 1 വരെ എന്നുള്ളതാണ് നമ്മുടെ റീജിയൻ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡി എസ് നമുക്ക് സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് ഡി എസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ജി ഓഫ് എക്സ് വൈ സെഡ് ഇസിക്കൽ ടു 0 എന്നുള്ള ഫോർമാറ്റിലായതുകൊണ്ട് റൂട്ട് ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഡി എസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സർഫസ് ഇന്റഗ്രലിന്റെ ഭാഗം എടുക്കുക. അപ്പം ഇവിടെ ഇസഡ് ഇസിക്കൽ ടു 1 - x - y ആണ്. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1ന്റെ ഡെറിവേറ്റീവ് ഇസ് 0, -xന്റെ ഡെറിവേറ്റീവ് ഇസ് -1, -y ഡെറിവേറ്റീവ് ഇസ് 0. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1ന്റെ ഡെറിവേറ്റീവ് ഇസ് 0, -xന്റെ ഡെറിവേറ്റീവ് ഇസ് 0, -y ഡെറിവേറ്റീവ് ഇസ് -1. സോ ഡി എസ് ഈസ് റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് -1 സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് -1 സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് √3 ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. ഇനി യൂണിറ്റ് നോർമൽ വെക്ടർ ആണ് നമുക്ക് വേണ്ടത്. ജി ഓഫ് എക്സ് വൈ ഇസഡ് ഇസിക്കൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് -1 ഇസിക്കൽ ടു 0 എന്നുള്ള ഫോർമാറ്റിലാണ് പരിഗണിക്കുന്നതെങ്കിൽ ഡെൽ ജി ഡിവൈഡഡ് ബൈ നോം ഡെൽ ജി ആണ്. ഇനിയും ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കമ്പോണന്റ് 1, വിത്ത് റെസ്പെക്ട് വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കമ്പോണന്റ് 1, വിത്ത് റെസ്പെക്ട് ഇസഡിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കമ്പോണന്റ് 1. സോ ഐയുടെയും ജിയുടെയും കെയുടെയും കമ്പോണന്റ് എന്താണ്? 1 1 1 എന്നുള്ളതാണ്. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. അതാണ് വിച്ച് ഈസ് ഈക്വൽ ടു √3 എന്ന് പറയുന്നത്. സോ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് വെച്ചാൽ 1 1 1 ഹോൾ ഡിവൈഡഡ് ബൈ √3 എന്നുള്ളതാണ്. സോ ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എഫ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. -1 - 1 ഡോട്ട് 1 1 1 ഡിവൈഡ് ബൈ √3 ദാറ്റ് ഈസ് -1/√3 പ്ലസ് -1/√3 പ്ലസ് -1/√3 വിച്ച് ഈസ് ഈക്വൽ ടു -3/√3 എന്ന് കിട്ടും. √3 √3 ക്യാൻസൽ ആയി പോയാൽ ആൻസർ ഈസ് -√3 എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി എസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ് യൂസിങ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം വെച്ചിട്ട് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് വിച്ച് ഈസ് -√3. ഇനിയിപ്പം ഓൾറെഡി നമ്മൾ ഡി എസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡി എസ് ഈസ് √3 ഡി എക്സ് ഡി വൈ എന്നുള്ളതാണ്. ഓക്കെ, സോ വിച്ച് ഈസ് -√3 ഇൻറ്റു √3 ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. -√3 √3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 എന്ന് കിട്ടും. സോ -3 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. ഇത് നമ്മുടെ ട്രയാങ്കിൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ ലിമിറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എക്സിന്റെ വാല്യൂ 0 to 1 വരെ, വൈയുടെ വാല്യൂ 0 to 1 - x. ഓക്കെ, സോ ഇന്റഗ്രൽ 0 to 1 - x dy എന്ന് പറയുന്നത് y എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 - x -0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 - x എന്ന് കിട്ടും. ഇനി ഇതിന്റെ ഇന്റഗ്രൽ 1ന്റെ ഇന്റഗ്രൽ ഈസ് x, എക്സിന്റെ ഇന്റഗ്രൽ ഈസ് x²/2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് ഈസ് 1, ലോവർ ലിമിറ്റ് ഈസ് 0. സോ 1 - 1/2 -0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 - 1/2 ഈസ് 1/2. ഇതല്ലാതെയും ചെയ്യാം. ഇത് ആക്ച്വലി നമുക്ക് ഒരു 1 ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിളിന്റെ ഹാഫ് പാർട്ടാണ്. 1 ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. അതിന്റെ ഹാഫ് പാർട്ട് എന്ന് വെച്ചാൽ 1/2 ആണ്. അതാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. കാരണം ഇവിടെ -3 കോമൺ എടുത്ത ബാക്കി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. നമ്മളിവിടെ ഫോം ചെയ്യുന്നത് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 1/2 ആണ്. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു -3 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു -3/2 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് -3/2 ആയിട്ട് കിട്ടി. സോ ഇതാണ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറത്തിന്റെ അത് നമ്മൾ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റഗ്രൽസ് കണക്ട് ചെയ്യാണ്. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി ആക്ച്വലി ഇപ്പൊ ഗ്രീൻസ് തിയറം സ്റ്റോക്സ് തിയറം വെച്ച് 2 ഡിഫറെന്റ് എക്സ്പ്രഷൻസ് നമുക്ക് ഉണ്ട്. ഇനി അത് മാത്രമല്ല, സ്റ്റോക്സ് തിയറത്തിനകത്ത് കേളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫൈനലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള വെക്ടർ ഫീൽഡുകളാണ് പ്രൈമറിലി കൺസിഡർ ചെയ്യുന്നത്. ഡൈവേർജൻസ് തിയറത്തിന്റെ അത് നമ്മൾ ഡൈവേർജൻസ് ആണ് നമ്മൾ പ്രൈമറിലി കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇതിനെല്ലാം നമ്മൾ സർഫസ് ഇന്റഗ്രൽസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. സോ താങ്ക് യു.